ഇങ്ങനെയാണ്. അല്ല ഞാൻ കഴിക്കട്ടെ. എനിക്കിതാ പച്ചമുളക് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാല് നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ച് വേറൊന്നുമില്ല, നെയിം മീറ്റിംഗ് ചലഞ്ച് ആണ്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. സബ്സ്ക്രൈബറുടെ പേര് വന്നിട്ട് സൂര്യ എന്നാണ്. സോ ഞാനിന്ന് വിചാരിച്ചു എങ്കിൽ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാമെന്ന്. നെയിം മീറ്റിംഗ് ചലഞ്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ അറിയാൻ മേലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് SOORYA എന്നാണ് സൂര്യ ലെറ്റർ വരുന്നത്. സോ എസിന് ഞാൻ എസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റം ഈറ്റ് ചെയ്യുന്നു. ദെൻ OR അങ്ങനെ ഓരോ ലെറ്ററിനും ഓരോ ഫുഡ് ഐറ്റംസ് ആണ് ഈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ സ്പെഷ്യലി സൂര്യക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, ചാർജ് കുടിക്കാനായിട്ട് എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ ലഗൂണിൽ ഇപ്പൊ നല്ല ഓഫർ നടക്കുന്ന ടൈമാണ്. വെറും 39 റുപ്പീസിലാണ് ഷാർജ ഷേക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അവിടെ നിന്ന് കുടിക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. അവിടെ വേറെ കുറെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഷാർജ വാങ്ങിക്കാനായിട്ട് ലഗൂണിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ കൃഷ്ണമോളോട് ഷാർജ വാങ്ങിക്കാനായിട്ടൊക്കെ പറഞ്ഞു. ഗൈസ്, ഇവിടെ ഓഫർ സമയമാണിപ്പം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ലഗൂൺ വരുന്നത്, ലൊക്കേഷൻ വരുന്നത് കോമളപുരത്ത് സ്വതന്ത്ര കോളേജിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലഗൂൺ കഫേ. ഗൈസ്, അപ്പൊ നമ്മുടെ എസിന്റെ ഷാർജ ഇവിടെ സെറ്റാണ്. ഓക്കെ, ദെൻ ഓയ്ക്ക് എന്താ ചെയ്യുക? ഓക്കെ, മുട്ട ഡബിൾ ഓംപ്ലേറ്റ് ആക്കാം അല്ലേ? ഡബിൾ ഓംപ്ലേറ്റ്. ഓക്കെ, സോ ആർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സെറ്റ് ആക്കാം. നെക്സ്റ്റ് നമ്മള് ഓയ്ക്ക് എന്താ ഓംപ്ലേറ്റ് വാങ്ങിക്കാം, മുട്ട വാങ്ങിക്കാൻ പോകണം. ഗൈസ്, നമ്മള് മുട്ട വാങ്ങിച്ചു. ആറിന് നമ്മള് റോസ്റ്റഡ് പീനട്ട് അല്ലെ, എന്താ നമ്മള് വൈക്ക് യിപ്പി കഴിക്കാന്ന് വിചാരിച്ചു. യിപ്പി വാങ്ങിക്കാൻ വന്നതാണ്. യിപ്പി വാങ്ങിക്കാനായിട്ട് ഓക്കെ ഗൈസ്, യിപ്പി വാങ്ങിച്ചിരിക്കുകയാണ്. ഗൈസ്, ഞാനപ്പോ A4 ആപ്പിളിൽ ഒതുക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ നമ്മുടെ പ്രൊഫഷണലായ പോലീസുകാരൻ ആപ്പിളിനെ ക്യൂ ചെയ്യും. അപ്പൊ ഗൈസ്, നമ്മള് നെയിം മീറ്റിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എസ് നമ്മള് ഷാർജ, ലഗൂണിലെ ഷാർജയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസ് വെച്ചിട്ട് ഞാൻ ഷാർജയാണ് ഈറ്റ് ചെയ്യാൻ പോണേ. വേണ്ട, അങ്ങനെ വെച്ചിട്ട് 39 റുപ്പീസിന്റെ ഷാർജയാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അടിപൊളി സാധനം. ഗൈസ്, എനിക്ക് ഇത്ര മതി, മൊത്തം കുടിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് നമ്മള് ഡബിൾ ഓംപ്ലേറ്റ്. ഓയ്ക്ക് ഡബിൾ ഓംപ്ലേറ്റ് ആണ്. അപ്പൊ ഇത് 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ആഹാ, സൂപ്പർ. എന്താ ഇങ്ങനെ ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വേണ്ട, 2 മുട്ടയാണ്, ഡബിൾ ഓംപ്ലേറ്റ് ആയി പഠിക്കുന്നത്. എന്നാ ഇട്. ഇതെന്തൊക്കെയാ കാണിച്ച ഷേന എന്ന് കാണിച്ചേ, എന്തൊക്കെയാ ഇത്? ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു സാധനം കൂടി ഇടണമല്ലോ. എന്ത് വേണ്ട? ഉപ്പ്, കുറച്ച് ഉപ്പും കൂടി ഇടണം. അത് ഇളക്ക്, കുഞ്ഞിളക്ക്. ഗൈസ്, ഇച്ചിരി ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഓംപ്ലേറ്റ് ആക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം അല്ലേ അണ്ണാ? നീ കുറച്ച്
അപ്പൊ ഗൈസ് നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിനി ലെറ്റർ O ഡബിൾ O ആണ്. എസ് നമ്മൾ കഴിഞ്ഞു. ഓക്ക് ഡബിൾ ഓംലെറ്റ് ആണ് നമ്മൾ ഈറ്റ് ചെയ്യുന്നത്. നല്ലയാ ഞാൻ തന്നെ നിന്നോളാം. ഒത്തിരി തിന്ന് നോക്കും. പച്ചമുളക് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. വെറുതെയാ ചുമ്മാ അതിൻ്റെ അകത്ത് വേപ്പില വരുന്നത്. അപ്പൊ ഗായ്സ് നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ആറാണ്. ആറിന് ഞങ്ങൾ റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിരിക്കുന്നത്. കപ്പലണ്ടി. റോസ്റ്റഡ് പീനട്ട് എന്ന് വെച്ചാൽ എന്തുവാ? എന്ത് കപ്പലണ്ടി? വറുത്ത കപ്പലണ്ടി. ഇപ്പൊ വറുത്ത കപ്പലണ്ടിയാണ് ഗായ്സ് തിന്നുന്നത്. അതെ ഓക്കെ. പാറിന് റോസ്റ്റഡ് പീനട്ട്. നെക്സ്റ്റ് അപ്പൊ ഗൈസ് വൈഫ് ഫോർ ഇപ്പി ആണ്. അപ്പൊ നമുക്ക് ഇപ്പി ഉണ്ടാക്കാം. വെള്ളം തിളക്കട്ടെ അല്ലെ? വെള്ളം തിളക്കട്ടെ ഉണ്ടാക്കാം. 2 minutes ഇപ്പി റെഡി. ഉപ്പ് ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പി കഴിക്കാം. ഇങ്ങനെയാണ് അല്ല, ഞാൻ കഴിക്കട്ടെ. എനിക്കിതാ ഊതണം. കൊള്ളാവാ? നല്ല സൂപ്പർ സൂപ്പർ എന്ന് പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലോട്ട് പോവാം. നമുക്ക് എക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എടുക്കും. ആപ്പിൾ. അപ്പൊ ഗൈസ് എ വെച്ചിട്ട് നമ്മൾ ആപ്പിൾ ഹണി ഡെസേർട്ട് ആണ് ഉണ്ടാക്കുന്നത്. ഇത് എന്റെ ചേട്ടന്റെ കണ്ടുപിടുത്തമാണ് അല്ലെ? ഓക്കെ. ഷേപ്പന്റെ കണ്ടുപിടുത്തമാണ്. ഹണിയാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. അപ്പൊ ഗൈസ് ആപ്പിള് നമ്മൾ ഹണി ഒഴിച്ചു. അല്ലെ, ആപ്പിളിലോട്ട് നമ്മൾ ഒരല്പം തേൻ ഒഴിച്ചു. ഇനി തേനീച്ചയുടെ തേൻ. ഓക്കെ. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ഇടുന്ന? ഐസ്ക്രീം. ഒരു സ്പൂണ് ഒരു 3-4 സ്പൂൺ ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഓക്കെ. ഹായ്, കൊള്ളാം, സൂപ്പർ. പക്ഷെ കുഞ്ഞിന് പനിയാ. പക്ഷേ ഇങ്ങനെ നിക്കത്തേ ഉള്ളു. ഞങ്ങള് കഴിക്കും. തരും കുഞ്ഞിന് തരും. ഓക്കെ. ഇനി കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട്. സൂപ്പർ ആയിരിക്കും, കളർഫുൾ ആയനെ. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഹണിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പിൾ ഹണി ഡെസേർട്ട് ഇവിടെ റെഡി. വാവ്. തേൻ നമ്മൾ കുടിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ ആപ്പിൾ ഹണി ഡെസേർട്ട്. കൊള്ളാം. ഇനി നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ ആപ്പിൾ ഹണി ഡെസേർട്ട് നമുക്ക് ട്രൈ ചെയ്യാം. രക്ഷയാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഷയ? ശരിക്കും കൊള്ളാവാ? ഓക്കെ ഗൈസ്, നോക്കാം. സാധനം സത്യമായിട്ട് നല്ല സാധനം കേട്ടോ. നല്ല സാധനം, പൊളി വൈബ് സാധനം. അതൊക്കെ ചിന്നൊക്കെ അഭിപ്രായം പറ. ഹസ്ബൻഡ് ഉണ്ടാക്കിയ. അപ്പൊ ഗൈസ് നമ്മുടെ നെയിം മീറ്റിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ നല്ല നല്ല ചലഞ്ചസും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും.
പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഷെബ Ta-da, 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 ta-da.